എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു അടിപൊളി സ്നാക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ടല്ല ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ചൂടോടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവല്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ടാണ് ഉപ്പ് എടുത്തത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഏതായാലും മതി. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. എന്നിട്ടാകുമ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ ഇത് നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചാൽ മതി. നന്നായി കുഴച്ചിട്ടാകുമ്പോൾ പാത്രത്തിൽ കുറച്ച് ഒലീവ് ഓയിലാക്കി കൊടുക്കുക. പിന്നെ മാവ് വെച്ചിട്ട് അതിൻ്റെ മേലെയും കുറച്ച് ഒലീവ് ഓയിലാക്കി കൊടുക്കുക. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും മതി. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ എടുക്കുക. ഒരു 5 പീസ് ചിക്കൻ, നല്ല ഇറച്ചിയുള്ള പീസ് നോക്കിയിട്ട് എടുക്കുക. ചെറിയ പീസ്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബോൺലെസ് പീസ് ചിക്കനെല്ലാം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ചെറുതായി കട്ട് ചെയ്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ സ്നാക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതിപ്പോൾ എല്ലോട് കൂടിയതായതുകൊണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ല് കളഞ്ഞിട്ട് കുറച്ച് വലിയ വലിയ പീസായിട്ട് നുള്ളി എടുത്താൽ മതി. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറുതായി കട്ട് ചെയ്തിട്ടാകുമ്പം ഒന്ന് ചതച്ചിട്ടെടുക്കണം. കട്ട് ചെയ്താൽ മാത്രം പോലെ ഒന്ന് ചതക്കുകയും കൂടിയും ചെയ്യണം. എന്നിട്ടാകുമ്പം അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇടുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പില്ല ബട്ടറാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൽ ഉപ്പിടാൻ പാടില്ല. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അത് എന്തായാലും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്നാക്കിൽ ഉപ്പ് അധികമായി പോകും. അപ്പോൾ ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അതും അവിടെ മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ചിക്കൻ നുള്ളി മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് ചീസാണ്. ഇതിപ്പോൾ മോസറല്ല ചീസ് ഞാൻ വലിയ പീസുള്ളത് കുറച്ച് തണുപ്പ് പോയ ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ, അടുപ്പിലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രീസറിൽ വെക്കാമല്ലോ. അപ്പോൾ അതാ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒരുപാട് അങ്ങ് വീർത്ത് വരികയൊന്നും വേണ്ട. ഒരു 1-2 മണിക്കൂർ, 1.5 മണിക്കൂറിലും വെച്ചാൽ മാത്രം മതി. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ചൊരു നീളത്തിൽ ഇങ്ങനെ ഒരു ഉരുട്ടിയെടുക്കുക. എന്നിട്ടാകുമ്പോൾ അതൊരു നീളത്തിൽ അങ്ങ് പരത്തിയെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഇപ്പോൾ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ ഒരുപാട് വണ്ണത്തിലും ആക്കണ്ട, നേരിയതും വേണ്ട, ഒരു മീഡിയത്തിൽ മതി. ഒരുപാട് വണ്ണത്തിലൊന്നും ഇത് പരത്തിയെടുക്കണ്ട. ഇതിൻ്റെ ഈ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവല്. അപ്പോൾ അന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കുക. അധികം വണ്ണമില്ലാണ്ട് ഈ ഒരു ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിൽ നല്ലോണം ഓയിൽ തടവി കൊടുത്തിട്ട് ഈ പരത്തിയത് അതിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബട്ടർ എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഒരുപാടൊന്നും ആക്കണ്ട, എന്നാലും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മൊത്തത്തിലൊന്നാക്കി കൊടുക്കുക. അതിനുശേഷം ക്യാപ്സിക്കം എല്ലായിടത്തും വിതറി കൊടുക്കണം. പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കണം. അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കണം. ചിക്കൻ വെക്കുമ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്യാനില്ലതല്ലേ. അപ്പോൾ അതിന് കണക്കായിട്ട് ചിക്കൻ ഇങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുത്താൽ
നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടും. ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ കണ്ടില്ലേ, കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ട് ചിക്കൻ ഇങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അടച്ചു കൊടുക്കുക. പിന്നെ മൂടിയുടെ ഹോൾസ് ഒരു ഫോയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ടാകുമ്പം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കുക, കട്ട് ചെയ്തിട്ട് കഴിക്കുക. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം. പക്ഷേ ബട്ടറും ഗാർലിക്കെല്ലാം ആയിട്ടുള്ളത് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.